കാരിക്കിലേക്കൊരു യാത്ര. രാവിലെ നീച്ച് കുളിച്ച് പല്ലേച്ച് ഓടിപ്പടഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറി നേരെ കാരിക് ഫെർഗസിലേക്ക്. ട്രെയിനിലാണ് പോയത്. 10-12 പൗണ്ട് അയിമ ചിലവായി. നേരെ ചെന്നിറങ്ങി ഫെർഗസ് നീച്ച് നേരെ നടന്ന് സെയിൻസ്ബറിയിലേക്ക് പോകാനുള്ള കാസിൽ കാണാൻ കാച്ചിലും വാങ്ങി നേരെ കാസിൽ ചെന്നപാട് തന്നെ പിടുത്തം മുട്ട കാഴ്ച. ആകാശത്ത് പോകുമ്പോൾ ആകെ മിന്നി തിളങ്ങണ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര സുഹൃത്തുക്കളെ. ഇതാണ് കാസിൽ ഫെർഗസ് എന്ന് പറയുന്ന സ്കോട്ട്ലാൻഡ് രാജാവിൻ്റെ കാസിലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടല്ല, അവിടെ എവിടെയോ എഴുതി വെച്ചായിട്ട് കണ്ടൊരു ഓർമ്മ. സംഗതി കിടിലൻ ബിൽഡിങ്ങാണ്. ഞാൻ അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നു, പണി എത്ര കാലം എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ പണിയുണ്ടാക്കാൻ. പീരങ്കിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വെള്ളം മുന്നിൽ നിന്ന് വരുന്ന ശത്രുക്കളെ വെടിയാക്കി വേണ്ടിയിട്ട് ഇപ്പോഴും റെഡിയാണ്. കത്തിച്ച് എപ്പോഴും പൊട്ടുന്നൊക്കെയാണ് അവിടുന്ന് ചങ്ങായി കണ്ടപ്പോൾ പറഞ്ഞത്. പൊട്ടും നമ്മൾ നോക്കാൻ പറ്റില്ല, പക്ഷെ പൊട്ടുവികാരം ശത്രുക്കളൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ അത് പൊട്ടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, കണ്ടമാനം പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ. അപ്പം ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറയുന്നു, ഇതിലിപ്പോൾ ഓരോ കല്ലിനും ഓരോ കഥ പറയണ്ട. ഓളിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, എന്തായി ചങ്ങായി പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ശരിയാണ്, ഇതിൽ എത്രങ്ങാനും ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടാവും. പണിയെടുത്തവർ മുഴുവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടാവത്ത് മുഴുവൻ പണിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തായാലും ഒരു ദിവസം നമ്മൾ ഇപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഇത് പോയി കാണണം എന്നാണ് ഞാൻ പറയുക. കണ്ടമാനം കാഴ്ചയൊന്നും കാണാനില്ല. 12 കൊണ്ട് അഡൽസിന് കൊടുത്ത 2 ആൾക്കുള്ള ടിക്കറ്റ് എടുത്തതിനുള്ളിൽ കാണാം. വെറുതെ ഫ്രീ ആയിട്ട് കയറി കാണാൻ കഴിയില്ല, ടിക്കറ്റ് എടുക്കുക തന്നെ വേണം. ഈ പീരങ്കി എന്നെ വല്ലാണ്ട് ഹഠാത് ആകർഷിച്ചു. പീരങ്കി ഒരു സംഭവമാണ്, വല്ലാണ്ട് കറങ്ങും. പീരയും കാറ്റും നല്ല തണുപ്പാണ്. സംഗതി നല്ല തെളിച്ചുള്ള ദിവസമൊക്കെ ആണെങ്കിലും നല്ല കാറ്റ് നല്ല തണുപ്പ്. ആ പട്ടീനെ നോക്കി ഇങ്ങനെ എനിക്ക് ആ പട്ടീനെ നല്ല കാര്യമായിട്ട് ഇഷ്ടമായി. സൂപ്പർ പരിപാടി കഴിഞ്ഞ് ഒരൊറ്റടി പോകണം. 1-2 വട്ടം പോയി കാണാനുള്ള ഒരു സംഭവമുണ്ട്. നല്ലൊരു സംഭവം തന്നെ. പണി കണ്ടമാനെടുത്ത് ആർക്കിടെക്ചറിൻ്റെ ഒരു സൗകുമാരികത ഞങ്ങൾക്ക് അവിടെ ദർശിക്കാൻ സാധിക്കും.